നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഉത്രം നക്ഷത്രത്തെ കുറിച്ചാണ്. ഈ ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വിജയങ്ങളും എല്ലാം ഉണ്ടാവാൻ ഇവർ ചെറിയൊരു കർമ്മം മാത്രം ചെയ്താൽ മതി. ഈ കർമ്മം എന്ന് പറയുമ്പോൾ ഒരു പണച്ചെലവും ഇല്ലാതെ, ഒരു ചിട്ടവട്ടങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കുറച്ച് സമയം മാറ്റിവെച്ച് ചെയ്യാവുന്ന ഒരു കർമ്മമാണ്. ഇതൊരു 7 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഈ 7 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഈ കർമ്മം നിർത്താവുന്നതാണ്. ഇല്ല, അതിൽ ഫലം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്കത് തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളെല്ലാം നിങ്ങൾക്ക് മാറുന്നതാണ്. ശത്രുദോഷം, ആഭിചാരം കൊണ്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും നീങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തില് മേന്മ, വിവാഹ ഭാഗ്യം, സാമ്പത്തിക നേട്ടം, നിങ്ങൾക്ക് ഒളിഞ്ഞു കിടന്നിരുന്ന ഭാഗ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ടും സന്തോഷകരവും സമാധാനകരവുമാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ പ്രയോജനം ലഭിക്കാൻ പോകുന്ന ശത്രുശല്യം കുറയും എന്നുള്ളതാണ്. കുറയുമെന്നുള്ളതല്ല, നിശേഷം മാറുമെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഉത്രം നക്ഷത്രക്കാരൊക്കെ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ പോസിറ്റീവ് എനർജി മുഴുവൻ നഷ്ടപ്പെടുകയും ഈശ്വരന്റെ അനുഗ്രഹം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം നെഗറ്റീവ് എനർജിയായി മാറുന്നതാണ്. ആ സമയത്താണ് നമ്മൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വരുന്നതും. അതിനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ശത്രുശല്യമാണ്. നെഗറ്റീവ് എനർജി നിങ്ങളെ ചുറ്റി നിൽക്കുമ്പോഴാണ് വരുന്നത്. കൂടാതെ ചില ജ്യോതിഷപരമായിട്ടുള്ള കാരണങ്ങളും ഇതിന് അടിസ്ഥാനമാകാറുണ്ട്. ഇതെല്ലാം മാറിപ്പോകുന്നതിനുള്ള ഒരു പരിഹാരമാണ് നമ്മളിവിടെ പറയുന്നത്. അത് നമ്മളുടെ നക്ഷത്രത്തെ ആധാരമാക്കിയിരിക്കും നമ്മളുടെ ഓരോ ആളുകളുടെയും ജീവിതം. ഈ ഒരു നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള സ്ഥാനങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങളിലേക്കുള്ള നോട്ടവും നിങ്ങളിലേക്കുള്ള പോസിറ്റീവ് എനർജി നൽകുന്നത് എങ്ങനെയാണ് എന്നുമുള്ള രീതിയിലാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഉത്രം നക്ഷത്രത്തെ എപ്പോഴും പോസിറ്റീവ് എനർജി ആക്കി നിർത്തുകയും നിങ്ങളുടെ ചുറ്റും ഒരു ഓറ തീർക്കുകയും അതോടൊപ്പം തന്നെ ഈശ്വര അനുഗ്രഹം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി മാറുന്നതാണ്. അപ്പോൾ ആദ്യം ഈ ഉത്രം നക്ഷത്രം എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് ഇതെല്ലാം പോസിറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് ആദ്യ കാൽഭാഗം ചിങ്ങം രാശിയിലും അവസാന മുക്കാൽ ഭാഗം കന്നി രാശിയിലുമാണ് വരുന്നത്. ഇവരുടെ ദേവത ഭഗനാണ്. രാശിയാധിപൻ എന്ന് പറയുന്നത് ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിയിലായതുകൊണ്ട് തന്നെ സൂര്യഭഗവാനാണ് ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരുടെ രാശിയാധിപൻ. ബാക്കിയുള്ള ഉത്രം നക്ഷത്രക്കാരുടെ മുക്കാൽ ഭാഗത്തുള്ളവരുടെ ബുധനുമാണ്. ഇവരുടെ പക്ഷി കാകനാണ്. ഭൂതം അഗ്നിയാണ്. ഇത്രയും പേർക്ക് പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതില് ഒളിഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് പോകാം. നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏത് കാര്യവും നിങ്ങൾ ഞായറാഴ്ച ദിവസം നടത്തുവാൻ ശ്രമിക്കുക. കാരണം ഞായറാഴ്ച നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഞായറാഴ്ചയും ഉത്രവും വന്ന് ചേരുന്ന ദിവസങ്ങളാണെങ്കിൽ അത്യുത്തമമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 1 പണമിടപാടുകളെല്ലാം നടത്തുമ്പോൾ ഒരു ഒറ്റ രൂപ നാണയത്തൊട്ട് വെച്ച് കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പണമിടപാട് നടത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5000 രൂപയാണ് കൊടുക്കേണ്ടതെങ്കിലും 1 രൂപ കൂട്ടി 5001 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം നല്ലത്. അതുപോലെ തന്നെ 1, 11, 21 അതായത് 1-ൽ അവസാനിക്കുന്ന തീയതികൾ വരുന്ന ദിവസങ്ങളും നിങ്ങൾക്ക് വളരെ ഉചിതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞായറാഴ്ചയും ഉത്രവും ചേരുന്ന ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ 1, 11, 21 ഈ തീയതികളിൽ ഏതെങ്കിലും ഒരു തീയതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ 3 കാര്യങ്ങളും ഒന്നിച്ച് വരികയാണെങ്കിൽ വളരെ ഉചിതമാണ്. കൂടാതെ ഈ ദിവസങ്ങളിൽ ചുവപ്പ്, കാവി, പച്ച ഇതിലേതെങ്കിലും നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം ചെയ്താൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൂരുരുട്ടാതി നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഭവിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്കന്ന് നെഗറ്റീവ് എനർജി കൂടുതൽ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ നാമത്തിനൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവേണ്ടതുണ്ട്.
നമ്മൾക്ക് ഇന്ത്യൻ ജ്യോതിഷപരമായിട്ട് ഓരോ നക്ഷത്രക്കാർക്കും ഇടാൻ പറ്റുന്ന നാമങ്ങള്, അതിന്റെ ആദ്യ അക്ഷരങ്ങള് ഭാരതീയ അസ്ട്രോളജിയിൽ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന നാമങ്ങളാണ് നമ്മളുടേതെങ്കിൽ കുഴപ്പമില്ല. അതല്ല എങ്കിൽ നമ്മൾ ചെറിയൊരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് എനർജിയും നമ്മളിലേക്ക് വരുന്നതാണ്. ആദ്യമായിട്ട് നാമങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ാം പാദത്തിൽ ജനിച്ച ആളുകൾക്ക് നാമത്തിന്റെ ആദ്യ അക്ഷരമായിട്ട് ടേ എന്നും, 2-ാം പാദത്തിൽ ടോ എന്നും, 3-ാം പാദത്തിൽ പാ എന്നും, 4-ാം പാദത്തിൽ പി എന്നുമാണ് വരേണ്ടത്. പക്ഷെ ഇങ്ങനെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ പേരുകൾ ലഭിച്ചിട്ടുണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ 1-ാം പാദത്തിൽ ജനിച്ച ആളാണെങ്കിൽ ടേ എന്നെഴുതി ഒരു കുത്തിട്ടതിന് ശേഷം നിങ്ങളുടെ പേരെഴുതുക ആ പേപ്പറിൽ. അതിനുശേഷം അത് മടക്കി നിങ്ങളുടെ പൂജാമുറിയിലോ നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരന്റെ ചിത്രത്തിന് മുന്നിലോ വയ്ക്കുക. അതിനുശേഷം കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം തിരികെ വന്ന് നിങ്ങളുടെ പഞ്ചഭൂതമായ അഗ്നിയിൽ ഇത് എരിച്ചു കളയേണ്ടതാണ്. തീർച്ചയായിട്ടും വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെയേറെയാകുകയും ചെയ്യുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ നെഗറ്റീവ് എനർജികളെ മുഴുവൻ മാറ്റി നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവ് എനർജി ആക്കുവാനായിട്ട് പോകുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ്. ഇപ്പോഴാണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള കർമ്മത്തിലേക്ക് നമ്മൾ വരുന്നത്. ഉത്രം നക്ഷത്രത്തിൽ ആദ്യ കാൽഭാഗത്ത് ജനിച്ചവര് ചിങ്ങം രാശിയിൽ ജനിച്ചവരാണ്. ഇവരുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യ ഭഗവാന്റെ ബീജമന്ത്രം നിങ്ങൾ 7 തവണ മുതൽ 108 തവണ വരെ ചെറിയ ശബ്ദത്തിൽ ജപിക്കേണ്ടതാണ്. മനസ്സിൽ ജപിച്ചാൽ പോരാ, ശബ്ദത്തിൽ തന്നെ ജപിക്കേണ്ടതാണ്. കാരണം ശബ്ദ തരംഗങ്ങളാണ് നമ്മൾക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് തരുന്നത്. ആ ശബ്ദത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ശക്തിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ ഉരുവിടുമ്പോൾ ഉച്ചത്തില് ഉരുവിടുന്നത്. അതുപോലെ തന്നെ കന്നിരാശിയിൽ ജനിച്ചവര് ബുധ ഭഗവാന്റെ ബീജമന്ത്രവും 7 മുതൽ 108 തവണ വരെ ജപിക്കേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞത് 7 തവണയെങ്കിലും നിങ്ങൾ ജപിച്ചിരിക്കണം. ഇതിന് പ്രത്യേക സമയമില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ ഏകാഗ്രമായിരിക്കുന്നത് ആ സമയത്ത് ജപിക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് ദേവതയായിട്ടുള്ള ഭഗനെ പ്രാർത്ഥിക്കുകയും ഭഗന്റെ മൂലമന്ത്രം 7 തവണ മുതൽ 108 തവണ വരെ ജപിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതുമൂലം ഈ 2 മന്ത്രങ്ങൾ മൂലം നിങ്ങൾക്കൊരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികൾക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയാതെ വരികയും പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇനി പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ വിജയം ഉണ്ടാകുന്നതാണ്. അത് ഉത്രം നക്ഷത്രക്കാരെല്ലാവരും രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ കഴിയുന്നതാണ്. ആ ശബ്ദം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രത്തിന്റെ ബീജമന്ത്രമായിരിക്കണം. ഇത് 7 തവണ മുതൽ 108 തവണ വരെ ജപിക്കുക. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മന്ത്രങ്ങള് നിങ്ങൾ ദിവസവും 7 ദിവസം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഈ 3 മന്ത്രവും ഒരുമിച്ച് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജപിക്കാവുന്നതുമാണ്. നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ബീജമന്ത്രം മനസ്സിൽ ഉരുവിടുന്നത് വളരെ നല്ലതാണ്. കൂടാതെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നതാണ്. ജീവിതത്തിൽ ഉണ്ടായിരുന്ന അശുഭങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. ജീവിതത്തിൽ പുതിയൊരു താളം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയുന്നതല്ല. എത്ര പേര് നിങ്ങളെ ശ്രമിച്ചാലും നിങ്ങളെ തകർക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് ദൃഷ്ടിദോഷം, കണ്ണേറ് അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുണ്ട്, അതെല്ലാം പോകുന്നതാണ്. പ്രത്യേകിച്ച് കൈവശം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് എന്ന കാര്യങ്ങളൊക്കെ പുറന്തള്ളപ്പെടുന്നതാണ്. ഒരു നെഗറ്റീവ് എനർജിയെ നമ്മളിൽ നിന്ന് പുറന്തള്ളണമെന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ചെന്നാൽ മാത്രമേ അത് പുറന്തള്ളാൻ കഴിയുള്ളൂ. അത് ഈ മന്ത്രങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ വിജയമാണ് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു 7 ദിവസമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേക ചിട്ടവട്ടങ്ങളൊന്നുമില്ലാത്ത, പണച്ചെലവില്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ 5-10 മിനിറ്റ് മാത്രം ഇതിനുവേണ്ടി ചെലവഴിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ഇത് ഉത്രം നക്ഷത്രത്തിന്റെ രഹസ്യമെന്നൊക്കെ നമ്മൾക്ക് പറയാവുന്നതാണ്. ജ്യോതിഷപരമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഉത്രം നക്ഷത്രക്കാരെ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് വളരെ ഉചിതമാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.